ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ ഈ ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള പുഴയിൽ വന്നേ. ചേച്ചിയുടെ വീട്ടിൽ വന്നായിരുന്നു. ചേച്ചി പുഴയിലാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ വന്നു. നമ്മൾ പുഴയിൽ വരാനായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടായിരുന്നേ വന്നിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം സമയം ഇനി ഒരുപാട് നേരം ഒന്നും നിൽക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ ആന വരുവേ. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് അപ്പം തന്നെ രണ്ടുപേരും വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കും ഇനിയും കുറച്ചുകൂടി കഴിഞ്ഞ് തണുപ്പായി തുടങ്ങും. ഞാനിന്ന് മുടിയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ടൊന്ന് കുളിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായില്ല നമ്മൾ പുഴയിലൊക്കെ വന്നിട്ട്. ഒരു സമയത്ത് നല്ലപോലെ മുടി ഒഴിച്ചിലായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറേ ഓയിലൊക്കെ ഇങ്ങനെ തേച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ജ്യൂസി കെമിസ്ട്രിയുടെ ഒരു ഹെയർ ഓയിലുണ്ട്. അത് 100% നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. ചില്ലി റോസ്മെരി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. എങ്ങനെയാവുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് നാൾ തേച്ച് നോക്കി, നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ മുടി കൊഴിച്ചിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഹെയർ ഓയിലാണ്. നമ്മുടെ റൂട്ട്സൊക്കെ കുറച്ച് സ്ട്രോങ് ആവാനും നമ്മുടെ മുടി കുറച്ച് ഹെൽത്തി ആവാനും നല്ലൊരു ഹെയർ ഓയിലാണ്. നമുക്കൊരു 50 റുപ്പീസോളം ഒരു യൂസിന് വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള നല്ല റിസൾട്ടും ഉണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുവാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം കേട്ടോ. ഒരു രാത്രി മൊത്തം വെക്കുക, അല്ലെങ്കിൽ നമുക്കൊരു 30 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം വാഷ് ചെയ്യാം. 30 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്യാൻ കേട്ടോ ചെയ്തത്. കുറച്ച് കാലം യൂസ് ചെയ്തിട്ടാട്ടോ എനിക്ക് റിസൾട്ട് കിട്ടിയത്. മുടി കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചില്ലിയൊക്കെ ഉള്ളതുകൊണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കുമേ. ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, മിന്ത്ര, ജ്യൂസി കെമിസ്ട്രിയുടെ വെബ്സൈറ്റിൽ അതുപോലെ തന്നെ പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. കുറേ നേരം വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറം ഈ പുഴയുടെ അപ്പുറം സൈഡൊക്കെ ഉണ്ട് നിറയെ പാറക്കല്ല്, ചെറിയ ചെറിയ കല്ലൊക്കെയാണ്. പിന്നെ അത് അങ്ങോട്ട് ഫോറസ്റ്റ് ആണ്. പക്ഷെ എന്ത് ഭംഗിയാണ് അവിടെ കാണാൻ. വലിയ വലിയ മരങ്ങൾ മാത്രം കേട്ടോ. തനിക്കുഞ്ഞിന് കുറച്ച് നേരം ഉണ്ണിയായിട്ട് നീന്തലൊക്കെ പഠിപ്പിക്കുമായിരുന്നേ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ തോളത്ത് കയറിയിരിപ്പുണ്ട്. അവിടെ ഇത്തിരി കൂടെ ആഴമുണ്ട് കേട്ടോ. ഋഷിക്കുട്ടനെ വിട്ടത് കുറച്ചുകൂടെ ആഴം കുറഞ്ഞുള്ള സ്ഥലത്താണ്. ഞങ്ങൾ വെള്ളത്തിൽ കളിച്ച് പിന്നെ തിരിച്ച് കയറി വന്നേ. പിന്നെ കുറച്ചുകൂടെ സന്ധ്യ ആയി തുടങ്ങിയ സമയത്ത് നമ്മൾ മീൻ വലയിടാനായിട്ട് പോയിട്ടോ. ഇതും കൂടെ പ്ലാൻ ചെയ്തിട്ടാട്ടോ നമ്മൾ വന്നത്. രാത്രി പോകാൻ ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അതിലെ നമ്മൾ കുളിച്ച ആ സ്ഥലത്ത് തന്നെയായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ വലയിട്ട് മീൻ പിടിക്കലുണ്ട്. ചേട്ടനും ചേച്ചിയുടെ മോനും പിന്നെ അതുപോലെ തന്നെ ഉണ്ണിയായിട്ട് ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല രസമായിരുന്നു കേട്ടോ. രാത്രിയായ സമയത്ത് അവിടെ കാണാനായിട്ട് കുറേ മിന്നാമിനിങ്ങൊക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോയിൽ അതൊന്നും കാണാനായിട്ട് പറ്റില്ല. പിന്നെ ഈ കാണുന്ന നമ്മൾ തീച്ചയാണ്. പിന്നെ ഈ മാക്രികൾ നിറയെ വെള്ളത്തിൽ കാണാമായിരുന്നു കേട്ടോ. വെള്ളം ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ നല്ല രസമായിരുന്നേ. ഞങ്ങൾ കുറച്ച് നേരം ലൈറ്റൊക്കെ അടിച്ചു കൊടുത്തു. പിന്നെ ഒരുപാട് ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ മീനൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പിന്നെ കുറച്ച് അവിടെ നിന്ന് മാറി നിന്നു കേട്ടോ. പിന്നെ വല എടുക്കാനായിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇപ്പോൾ ഒരു സമയം എന്ന് പറഞ്ഞാൽ 9:30 ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കുറേ മീനെയും കാണാം. പിന്നെ വലയിൽ കുടുങ്ങി നിൽക്കുന്ന കുറച്ച് മീനുകളെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം കേട്ടോ. 2 സ്ഥലത്തായിട്ടായിരുന്നു കേട്ടോ വല ഇട്ടിട്ടുണ്ടായിരുന്നത്. മീൻ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് പോയപ്പോൾ വലിയമ്മയൊക്കെ അത് കസിനാണ് കേട്ടോ. എൻ്റെ കസിനാണ് ചേച്ചി. അപ്പം ചേച്ചിയുടെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മീനും കിട്ടത്തില്ല. ഞങ്ങൾ പോയിട്ട് 3 മീനേ കിട്ടിയുള്ളൂ. ഞങ്ങളും അങ്ങനെ പ്രതീക്ഷയിലാട്ടോ പോയത്. പക്ഷെ നിറയെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കുറേ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാതെ പോയിട്ട് 2 കിലോയുടെ അടുത്ത് മീൻ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എന്നാൽ അത് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതായിരുന്നേ. അപ്പം തന്നെ നന്നാക്കി അത് നല്ല കാന്താരിയും കുരുമുളകൊക്കെ ഇട്ട് നന്നായിട്ട് ചേച്ചി വറുത്തും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ രാത്രി പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മീൻ.